അഭിപ്രായം എന്ന് പറയുന്നത് വികസനത്തിനൊപ്പം നിൽക്കുക, കാഴ്ചപ്പാട് വളരെ സ്വതന്ത്രമാണ്. അതിപ്പോ സുരേഷിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. എന്താ അഭിപ്രായം കേട്ടിട്ട് തോന്നിയത്? അല്ല, അങ്ങനെ അനുകൂലമാക്കാൻ വന്നതല്ല. അനുകൂലമാകാനുള്ള സാന്നിധ്യത്തെ കുറിച്ച് നേരത്തെ ചോദിച്ചിരുന്നു അല്ലേ മേയറോട്. ഞാൻ ഇവിടുന്ന് തോൽപ്പിക്കപ്പെട്ട് പോയതിനു ശേഷം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പൊളിറ്റിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തി. അതിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി. അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെ എൻ്റെ ഹൃദയം ഞാൻ അറിയിച്ചിട്ടുണ്ട്. ആ ഹൃദയത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ ബുദ്ധിയും കൂടെ ചേരുന്നിടത്ത് അതിന് സാധ്യതയെന്ന് പറയുന്ന വലിയൊരു മോഡ്യൂൾ ഡെവലപ്പ് ആവുമെന്ന് അവർക്കറിയാം. അപ്പോൾ അതാണ് വോട്ടായി വരിക. അതാണ് വോട്ടായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി. വികസനം എന്ന് പറയുന്നത് അവകാശം തന്നെയാണ്. ആ അവകാശം കൊണ്ട് വരുന്നതിന് പ്രാപ്തിയുള്ളവർ വേണം. അത് എനിക്ക് സാധിക്കുന്ന ഞാൻ തെളിയിച്ചു എന്നൊന്നും ഞാൻ വീമ്പ് പറയുന്നില്ല. എങ്കിലും ചെയ്തോന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ അല്ലേ? അതൊക്കെ ഇവിടെ ദൃശ്യവുമാണ്. അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ തോന്നുന്നു ഇത്തവണ ഒരോട്ടല്ല. ഇവിടെ ഞാൻ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. 2-3 ഡിപ്പാർട്ട്മെന്റ് ഈ ചേംബറിൽ നിന്ന് ഒരു വോട്ടല്ല, അതിൽ കൂടുതലുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, അവരുടെ വോട്ട് ഞാൻ അപേക്ഷിക്കും. അദ്ദേഹത്തിന്റെ സ്റ്റാഫുണ്ട്, അവർക്കെല്ലാം ഇൻഡിപെൻഡന്റ് ചിന്താഗതിയുണ്ട്. വോട്ടെന്ന് പറയുന്നത് പൗരന്റെ അവകാശമാണ്, രാഷ്ട്രീയക്കാരന്റെ മാത്രം അവകാശമല്ല അല്ലേ? പൗരബോധം ഉണരണം വോട്ട് ചെയ്യുമ്പോൾ. ആ പൗരന്മാരോടാണ്, പൗരകളോടാണ് ഞാൻ അപേക്ഷിച്ചിരിക്കുന്നത്, രാഷ്ട്രീയക്കാരോടല്ല.